ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ദൈവനാമത്തിലെ ഞാൻ എല്ലാവരും സ്നേഹവന്ദനമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളതാണ്. ഈ ദിവസത്തിൽ നിങ്ങളോട് പ്രധാനമായിട്ട് പകരേൽക്കുന്ന വചനം 1 കൊരിന്ത്യർ 15 അധ്യായം 19 വാക്യം. നാം ഈ ആശയിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരെയും അരിഷ്ടന്മാരാത്തെ. ഈ വചനത്തെ നാം നോക്കുമ്പോൾ ഈ വചനം നമുക്ക് പറയുന്ന ഒരു കാര്യം, ഈ ആശയിൽ മാത്രം, ഈ കാലഘട്ടം മാത്രം, ഈ 60 അല്ല 70 വർഷമോ നമ്മളുടെ ജീവിതം ഇരിക്കുമെങ്കിൽ ഈ കാലം മാത്രം നാം ക്രിസ്തുവിൻ മേലെ പ്രത്യാശ വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ മേലെ വിശ്വാസം വെച്ചിരുന്നാൽ, ദൈവമേ എനിക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് മാത്രം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തെ നോക്കുമ്പോൾ നമുക്ക് അരിഷ്ടന്മാരായിട്ട് മാറാം. കാരണം ആ രക്ഷണത്തെ നശിഞ്ഞു പോകുന്ന ഒരു ആപത്ത് നമുക്ക് കിട്ടാം. അതേ വേദപുസ്തകം പറയരുത്, നമുക്ക് ഈ ലോകം മാത്രം ജീവിതമല്ല, നമുക്ക് ഈ ലോകം നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന വരയിലും നമുക്ക് ഈ ജീവിതം മാത്രം നമുക്ക് നിരന്തരമായിട്ടുള്ള ജീവിതമല്ല എന്ന വേദപുസ്തകം നമുക്ക് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇന്നൊരു ജീവിതമുണ്ട്. നാം മരിച്ച പിറക് നമ്മുടെ ശരീരങ്ങൾ മരിച്ചാലും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം എല്ലാവരും ഉയർത്തെഴുന്നിട്ട് ക്രിസ്തുവിനോട് കൂടെ സ്വർഗരാജ്യത്തിലെ ജീവിക്കുന്ന ഒരു ഭാഗ്യം നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. അതേ വേദപുസ്തകം നമുക്ക് പഠിപ്പിക്കുന്നത്, ഈ ആശയിൽ മാത്രം നാം ക്രിസ്തുവിൻ മേലെ പ്രത്യാശ വെക്കാതെ ഇരുന്നാൽ അത് നന്നായിട്ടിരിക്കുമെന്ന് നമുക്ക് വേദവചനം വാർണിംഗ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ദിവസത്തിലെ 3 കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. നമ്മളുടെ മുതൽ ചോദ്യമായിട്ട് നമ്മൾ എന്തിലേക്കാണ് ഓടുന്നത്, നാം ഏത് വിഷയത്തെക്കുറിച്ച് ഓടുന്നത്? മുതൽ ചോദ്യമായിട്ട്, നാം ഈ ജീവിതത്തിൽ പിറന്നു ജനിച്ചു വളർന്നു ഇപ്പോൾ ഏത് വിഷയമായിട്ട് നമ്മളുടെ യാത്ര പോകുന്നു, നമ്മളുടെ ജീവിത യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു എന്ന നാം ബൈബിളിൻ്റെ മുഖാന്തരമായിട്ട് നോക്കുമ്പോൾ, ഫിലിപ്പിയർ 3 അധ്യായം 8-9 വാക്യങ്ങൾ പറയുന്നത്, അത്രയായുമല്ല, എൻ്റെ കർത്താവാകിയ ക്രിസ്തു യേശുവിനെ കുറിച്ച പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോൾ എല്ലാം ചേത്തം എണ്ണുന്നു. പൗലോസ് പറയരുത്, അവർ തൻ്റെ ജീവിതത്തിലെ ലാഭമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വളരെ ലാഭമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടമെന്ന് തോന്നിയിട്ട് എല്ലാം നഷ്ടമെന്ന് എണ്ണിട്ട് വിട്ടുകളഞ്ഞു. ക്രിസ്തു യേശുവിൻ്റെ മുഖാന്തരമായിട്ട്, ക്രിസ്തു യേശുവിൻ്റെ വചനത്തിൻ്റെ മുഖാന്തരമായിട്ട്, യേശു ക്രിസ്തുവിൻ്റെ മുഖാന്തരമായിട്ട് എല്ലാം എനിക്ക് നഷ്ടമെന്ന് അവർ ചിന്തിച്ച് വിട്ടുകളഞ്ഞു. അവർ ബൈബിൾ പുസ്തകം പറയുമ്പോൾ അവർ അനേക പട്ടങ്ങൾ പഠിച്ചു, ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യർ പൗലോസ്. അപ്പോൾ അത്ര മനുഷ്യർ ദൈവത്തിൻ്റെ വേലക്കായിട്ട് എല്ലാ കാര്യങ്ങളെയും നശിഞ്ഞു കളഞ്ഞു. എനിക്ക് പ്രൈഡായിട്ട് പറയുന്ന ഡിഗ്രിയും വേണ്ട എന്ന് അവർ യൂത മാർക്കത്തിൻ്റെ തലവരോട് കൂടിയിട്ട് പഠിച്ച യൂത ചട്ടങ്ങളും, അതുമാത്രമല്ല അവർ പഠിച്ച വേദപുസ്തകങ്ങളും എല്ലാം അത് ഒരു ഭക്തിയായിട്ട് ഇരുന്നാലും ആ ഭക്തി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ അവരുടെ ഭക്തി ഒന്നുമല്ല എന്ന് അവർ ഉണർന്ന് ജീവിച്ചു. 9 വചനം പറയുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിലുള്ള എൻ്റെ സ്വന്ത നീതിയല്ല, ക്രിസ്തുവിനേക്കാളുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. പൗലോസ് പറയരുത്,
ഇത്ര ദിവസം ഇത്ര വർഷം ഞാൻ എന്നെ ചിന്തിച്ചു, ഞാൻ എൻ്റെ നീതിയിലേ ഞാൻ ജീവിച്ചു, ഞാൻ പെർഫെക്റ്റ് ആയിട്ടിരുന്നു എന്ന പൗലോസ് ചിന്തിച്ചു കൊണ്ടിരുന്നു. എങ്കിലും കർത്താവാകിയ യേശു ക്രിസ്തുവെ അവർ സ്വീകരിച്ച പിറகு അവരുടെ വാക്കുകൾ മാറാം. ഈ പുസ്തകം, ഈ വചനം നമുക്ക് 9-ാമത്തെ വചനം പറയരുത്, യേശു ക്രിസ്തുവിനാൽ വരുന്ന വിശ്വാസം മുഖാന്തരമായിട്ടുള്ള നീതി അവർ ലഭിച്ചു. അപ്പോൾ പൗലോസ് ജീവിതത്തെ നമ്മളുടെ ജീവിതത്തോട് വെച്ച് നോക്കുമ്പോൾ നാം എത്ര സമയം ഞാൻ പെർഫെക്റ്റ്, ഞാൻ എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ട് ഇരിക്കുന്നു, മനുഷ്യർക്ക് ചെയ്യ വേണ്ടിയ കാര്യങ്ങളും ഞാൻ ചെയ്യാം, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇരിക്കണം നാം ചിന്തിച്ചാലും நம்முடைய നീതിയെല്ലാം, നമ്മളുடைய വിശുദ്ധിയെല്ലാം, നാം ചെയ്യുന്ന നല്ലതായിട്ട് തോന്നുന്ന, നമുക്ക് നല്ലതായിട്ട് തോന്നുന്നതെല്ലാം അത് ദൈവത്തിൻ്റെ മുൻപിൽ ഇഷ്ടപ്പെടാതെ പോകുന്നത്. അതേ ഞാൻ പറഞ്ഞാൽ നമ്മളുடைய എല്ലാ കാര്യങ്ങളും நம்மளுடைய எல்லா நீதியும் நியாயமும் பொடி போல ஆறணும். நம்மளுடைய நீதி நியாயங்கள் எல்லாம் അഴുക്ക് വസ്ത്രമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയരുത്, ഞാൻ എൻ്റെ നീതിയിലെ ജീവിക്കുന്നതല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ മുഖാന്തരമായിട്ട് വരുന്ന നീതിയിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പൗലോസ് പറയരുത്. അപ്പോൾ നാം ചിന്തിച്ച് അറിയ വേണ്ടിയ ഒരു കാര്യം എന്നവെങ്കിൽ, നാം നമ്മുടെ സ്വന്ത പ്രവൃത്തികളായിട്ട് നാം ദൈവത്തെ ഇഷ്ടപ്പെടുത്തണം, അല്ല ദൈവത്തെ ഇഷ്ടമായിട്ട് അവരെ കൊണ്ടുവരണമെങ്കിൽ അത് നശിഞ്ഞു പോകും. നമ്മുടെ സ്വന്ത കാര്യങ്ങളാൽ ദൈവത്തെ നാം പ്രിയമായിട്ട് അവരെ നമ്മുടെ മേൽ അവർക്ക് പ്രിയം വരണമെങ്കിൽ നമ്മളുടെ സ്വന്തം കാര്യങ്ങളെ വെച്ച് ദൈവത്തെ പ്രിയമായിട്ട് നാം കൊണ്ടുവരാതെ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് കൊണ്ടുവര സാധ്യമല്ല. നമ്മുടെ സ്വന്ത നല്ല കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൺമുൻപിൽ എല്ലാം അഴുക്ക് വസ്ത്രം പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ നാം ചെയ്യുന്ന കാര്യങ്ങളല്ല, നാം എന്നെ ചെയ്യണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹായത്തിലെ അവരോട് ചേർന്നിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അവരുടെ നീതിയും അവരുടെ വിശുദ്ധിയും നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതേ നമുക്ക് ഒരു മേന്മയായിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാം. അപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിനാൽ നാം സ്വർഗരാജ്യം പോയി ചേരാതെ ഇരിക്കും. നമ്മുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ 0 ആയിട്ട് ഇരിക്കുന്നത്. നാം എന്നെ ചെയ്യണം, നാം താഴ്മയായിട്ട്, ദൈവമേ ഞാൻ പെർഫെക്റ്റായിട്ട് ചിന്തിച്ചിരുന്നു, എങ്കിലും എൻ്റെ കാര്യങ്ങളല്ല, നിൻ്റെ നീതിയാൽ, നിൻ്റെ വിശുദ്ധിയത്താൽ, നിൻ്റെ ആത്മശക്തിയാൽ എന്നെ നിറച്ചാൽ മാത്രമേ ഞാൻ പെർഫെക്റ്റായിട്ട് മാറും. കാരണം നമ്മളെ വിശുദ്ധിയിൽ നടത്തുന്നതും നമ്മളെ നീതിമാനായിട്ട് മാറ്റുന്നതും കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. നാം നമ്മളെ നീതിമാനായിട്ട് മാറ്റണമെന്ന പല കാര്യങ്ങൾ ചെയ്താലും അത് വേസ്റ്റായിട്ട് പോകും, അത് നശിഞ്ഞു പോകും. നമ്മളെ വിശുദ്ധിപ്പെടുത്തുന്നതും നമ്മളെ നീതിമാനായിട്ട് നിർത്തുന്നതും ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ കരങ്ങളാൽ സാധ്യമല്ല, ദൈവത്താൽ എല്ലാം അസാധ്യമാകുമെന്ന് നമുക്ക് വചനം പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ കരങ്ങളാൽ ഒരു വിഷയങ്ങളെയും സാധ്യം അല്ല. നമുക്ക് സാധ്യമാക്കുന്നത് ഒന്നുമല്ല, കർത്താവിനാൽ എല്ലാം സാധ്യമാക്കും. അത് മാത്രമല്ല, രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ജനിച്ചു നാം വളർന്ന് നമുക്ക് എന്ന ഉദ്ദേശം, നമുക്ക് ഉദ്ദേശം എന്താണ്? നാം ഇത്ര വർഷം ജനിച്ചു, തായിൻ്റെ ഗർഭത്തിലിരുന്ന് ജനിച്ച് പിറന്ന് വളർന്നു, ഇപ്പോൾ നമുക്ക് എന്ന ഉദ്ദേശം? അനേകർക്ക് ഉദ്ദേശമല്ലാതെ ഇരിക്കുന്നു. നമുക്ക് ബൈബിൾ പറയുന്ന ഒരു വിഷയം, മലാക്കിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ഭക്തരായ ഒരു തലമുറ വളർത്തിയെടുക്കണം എന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശമായിട്ടിരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം, മനുഷ്യർ മേലെ ദൈവം വെച്ച ഉദ്ദേശം, ദൈവത്തിൻ്റെ ഭക്തിയുള്ള ഒരു തലമുറ ഉരുവാക്കണമെന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശമായിട്ടിരുന്നു. ഈ കാലത്തിൽ നാം പല കാര്യങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം ദൈവത്തിക്ക് എതിരായിട്ട് പോകുന്നു.
தெய்வம் சிந்திக்கிறது வேற, நாம் சிந்திச்சு நம்முடைய உத்தேசத்தை வச்சுக்கிட்டு நாம் போகன വാ വാതിൽ വേറെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തിയുള്ള ഒരു തലമുറ ഉണ്ടാകണം എന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാമെ സൃഷ്ടിച്ചു, ആദാമിൻ്റെ മുഖാന്തരമായിട്ട് മനുഷ്യയെ സൃഷ്ടിച്ചു, പെൺകുട്ടിയെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം അവരുടെ മഹത്വത്തിനും അവരുടെ രാജ്യത്തിൻ്റെ തലമുറ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ തലമുറ വരണമെന്ന് ദൈവം ഒരു ഉദ്ദേശം വെച്ച് മനുഷ്യരെ ഈ ലോകത്തിൽ സൃഷ്ടിക്കണം. ആ മനുഷ്യർക്ക് ഒരു കുടുംബത്തെ ഉരുവാക്കി അതിന് മുഖാന്തരമായിട്ട് കുഞ്ഞുങ്ങൾ വന്ന് ആ കുഞ്ഞുങ്ങൾ അടുത്ത ഒരു തലമുറയെ ഉരുവാക്കി അതിന് തലമുറയായിട്ട് കൊടി പോലെ പറവണമെന്ന് ദൈവം എന്നെ ചെയ്ത് മനുഷ്യരെ ആദിയിലെ ആരംഭത്തിലെ സൃഷ്ടിച്ചു. അതുമാത്രമല്ല, 1 കൊരിന്ത്യർ 3 ഒരു ചോദ്യത്തെ ഞാൻ നിങ്ങളോട് മുൻപിൽ വെക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? 1 കൊരിന്ത്യർ 9 അധ്യായം 25 വാക്യം നമുക്ക് പറയുന്നത്, അങ്ങാൻ പോരുന്നവൻ ഒക്കെയും സകലത്തിനും വരിജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിനു തന്നെ. ഈ വചനം നമുക്ക് പഠിപ്പിക്കുന്നത്, ഒരു ഒളിമ്പിക്സിൽ ഓടുന്ന മക്കൾ എന്നെ ചെയ്യാം, നല്ല എക്സസൈസ് ചെയ്തിട്ട് ജിം ചെയ്തിട്ട് ഒരു കിരീടം പെற വേണ്ടി പല പ്രയാസങ്ങളെ എടുത്ത് ആ ഒളിമ്പിക്സിൽ നല്ല ഒരു വിജയം കിട്ടണമെന്ന് പലരും, ഈ സ്പോർട്സിൽ ഇരിക്കുന്നവരും സ്പോർട്സെ നോക്കുന്നവർക്കും അറിയാം. ഒളിമ്പിക്സ് നല്ല ഒരു ഫസ്റ്റ് റാങ്ക് വരണമെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിൽ എടുത്തുകൊണ്ടാൽ ഒളിമ്പിക്സിലോ അല്ലെ ക്രിക്കറ്റിലോ അല്ലെ ഫുട്ബോളിലോ ഏത് വിഷയത്തിലും ഒരു മനുഷ്യർ ഫസ്റ്റിൽ വരണമെങ്കിൽ അവർ എന്നെ ചെയ്യാം, ഫസ്റ്റ് അവരുടെ ശരീരത്തെ അതുപോലെ എക്സസൈസ് ചെയ്ത് നന്നായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് ആ ഒളിമ്പിക്സിൽ നല്ല ഒരു ബോഡി ഫിറ്റായിട്ട് സ്പോർട്സിൽ നല്ല ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ട് വരണമെന്ന്, ആ കിരീടത്തെ പെറണം, ആ കപ്പ് എടുക്കണം, ഫസ്റ്റായിട്ട് വരണമെന്ന് പല പ്രയാസങ്ങൾ എടുക്കാം. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഒരു വാടാതെ കിരീടമുണ്ട്. ആ സ്വർഗത്തിൽ ദൈവം നമുക്ക് കൊടുക്കുന്ന ജീവകിരീടം കർത്താവാகிய യേശു ക്രിസ്തു നമുക്ക് ഓരോരുവർക്കും നൽകിയിരിക്കുന്ന ആ വാടാതവും ജീവകിരീടം, ആ സ്വർഗത്തിൻ്റെ ആ വാടാതെ വാടിപ്പോകാതെ കിരീടം നാം പെറണമെങ്കിൽ നാം ഈ ലോകത്തിലെ ദൈവം നമുക്ക് പഠിപ്പിച്ച് കൊടുത്തിരിക്കുന്ന വാക്യങ്ങളെ മുഴുமைയായിട്ട് സമർപ്പണത്തോടെ നാം അഭ്യാസിച്ച് അത് ഉൾനോക്കിയിട്ട് അതൻ പ്രകാരമായിട്ട് ജീവിക്കുമ്പോൾ നാം അവസാന ഭാഗം വരയിലും വിശ്വാസമായിട്ട് ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും വിശ്വാസമായിട്ട് ഇരുന്ന് നാം നമ്മുടെ രക്ഷണത്തെ നശിനിപ്പെടുത്താതെ നാം ദൈവത്തിൻ്റെ കൺമുൻപിൽ വളരെ ഉത്തമ ജീവിതത്തോട് ജീവിക്കുമ്പോൾ ആ വാടാതെ ജീവകിരീടം നമുക്ക് ദൈവം കൊടുക്കാം. അതുമാത്രമല്ല, നമുക്ക് സ്വർഗരാജ്യമുണ്ട്. ഈ ലോകത്തിലോ നമുക്ക് പാപവും രോഗങ്ങളും ദുഃഖവും കണ്ണീരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനേകമുണ്ട്. പക്ഷേ സ്വർഗ രാജ്യത്തിലെ ദൈവം ഇരിക്കുന്ന ആ സ്ഥലത്തിലെ നമുക്ക് കണ്ണീരുമല്ല, ദുഃഖവും നിരാശയും ശാപങ്ങളും പാപങ്ങളും ഈ ലോകത്തിൽ കാണുന്ന ഒരു തെറ്റായിട്ടുള്ള വിഷയങ്ങളുമല്ല, വിഭചാരങ്ങളും മറ്റുള്ള ഈ ലോകത്തിലെ ഇപ്പോൾ ഇരിക്കുന്ന പല പാപങ്ങളും ആ സ്വർഗരാജ്യത്തിലെ നമുക്കല്ല. ആ സ്വർഗരാജ്യം സന്തോഷമായിട്ടും സ്നേഹമായിട്ടും സമാധാനമായിട്ടും ദാഹവും പശിയുമില്ലാതെ ആ സ്വർഗീയ നാട്ടെ നോക്കി നാം നമ്മുടെ യാത്രയെ മുന്നോക്കിട്ട് പോകാം. ഈ അനിത്യമായിട്ടുള്ള ഈ ലോകത്തെ വെറുത്ത് അനിത്യമായിട്ടുള്ള ഈ സ്വല്പകാലം ജീവിക്കുന്ന ഈ ലോകത്തേക്ക് വേണ്ടി നാം ദൈവത്തെ നോക്കാതെ ആ സ്വർഗരാജ്യത്തേക്ക് വേണ്ടി നാം ദൈവത്തെ നോക്കി നമ്മുടെ യാത്ര ആ സ്വർഗരാജ്യത്തിലെ പോയി ചേരാം.
ഈ തിരുവചനം മുഖാന്തരമായിട്ട് ദേവനാമ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.